സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കൂ. പെട്ടെന്നുള്ള മരണങ്ങൾ നമുക്ക് നൽകുന്ന പാഠമതാണ്. ഒരുങ്ങണം നമ്മൾ, യാത്രക്ക് തയ്യാറെടുക്കണം നമ്മൾ. ഓരോരുത്തരുടെ മരണവും നമ്മോട് വിളിച്ചു പറയുന്നത് അതാണ്. നിനക്കും മരണമുണ്ട്, ഇവനെ പോലെ നീയും മടക്കത്തിലേക്ക് ഒരുങ്ങിക്കൊള്ളുക എന്നാണ്. അങ്ങനെ ഓരോരുത്തരും മരണത്തിന് വേണ്ടി, നല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു നോക്കൂ. പൊടുന്നനെയുള്ള മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഒക്കെ ജീവിതത്തിന്റെ അറുതി അല്ലാഹു നിശ്ചയിച്ചത് എപ്പോഴാണ്, ഏത് വിധത്തിലാ? വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. എവിടെ വെച്ചാണ് മരിക്കുക എന്ന് ഒരാൾക്കും അറിയാൻ സാധ്യമല്ല എന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോൾ, നല്ല മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങി തയ്യാറാകണം. നന്നായി മരിക്കുക എന്നതൊരു വലിയ ഭാഗ്യമാണ്. നന്നായി ജീവിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് നന്നായി മരിക്കാൻ കഴിയുക. അതാണല്ലോ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്. ആഖിബത്ത് നന്നാവാൻ വേണ്ടി, അന്ത്യം നന്നാവാൻ വേണ്ടി ഒരു മനുഷ്യനെ വിലയിരുത്തുന്നത് അവന്റെ ജീവിതം നോക്കിയല്ല, മരണം നോക്കിയാണ്. മരണം നോക്കിയാണ്. ഒരു മനുഷ്യന്റെ അവസാന കാലത്തെ ജീവിതം നോക്കിയാണ് ഒരു മനുഷ്യനെ വിലയിരുത്തുന്നത് എന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മനിസ്തവാ യൗമാഹു ഫഹുവ മഗ്ബൂൻ. ഒരു മനുഷ്യന്റെ 2 ദിവസം ഒരുപോലെയായാൽ, ശ്രദ്ധിക്കണം, മുത്തുനബി തങ്ങൾ പറയുകയാണ്, മനിസ്തവാ യൗമാഹു, ഒരു മനുഷ്യന്റെ 2 ദിവസം ഒരുപോലെയായാൽ, ഇന്നലെയും ഇന്നും ഒരുപോലെയായി, അഥവാ ഇന്നലെ ചെയ്ത നന്മകളെക്കാൾ കൂടുതൽ ഒരു പടി നന്മ കൂടി ഇന്ന് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്നലെ ചെയ്തതുപോലെ തന്നെയാണ് ഇന്നും ചെയ്തുള്ളൂ. ഇന്നലെ ചെയ്ത തിന്മകളൊക്കെ ഇന്നും ചെയ്തു. 2 അർത്ഥവും അതിന് ഉൾക്കൊള്ളാവുന്നതാണ്. ഒന്നാമത്തേത്, ഇന്നലെ ചെയ്ത നന്മകളെക്കാൾ കൂടുതൽ ഒരു നന്മയും ഇന്ന് ചെയ്യാൻ കഴിഞ്ഞില്ല. 2 ദിവസവും ഒരുപോലെ ചെയ്തു. മറ്റൊരർത്ഥം, ഇന്നലെ ചെയ്ത തിന്മകളൊക്കെ ഇന്നും ചെയ്തു. ഏതായാലും 2 ദിവസങ്ങൾ ഒരുപോലെയായാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വമൻ കാന ആഖിറു യൗമൈഹി ശർറൻ ഫഹുവ മഗ്ബൂൻ. ഒരാളുടെ 2 ദിവസങ്ങൾ ഒരുപോലെയായാൽ അവൻ മഗ്ബൂൻ.